ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ദോശ. പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ രുചിയിലായിരിക്കും ഓരോ ആൾക്കാരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടി ആദ്യം തന്നെ എല്ലാ ദോശയും പോലെ 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി, ഇത്രയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മിക്സി ബ്ലെൻഡറിൽ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതിലെന്താ പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഉള്ളി ജീരകം ആണ്. ഇത് എല്ലാവരും ഉപയോഗിക്കലൊന്നുമില്ല. ചില ആൾക്കാർ പച്ചരി തേങ്ങ മാത്രം ഇട്ട് ദോശ ഉണ്ടാക്കും, ചില ആൾക്കാർ പച്ചരി ചോറ് മാത്രം ഇട്ടിട്ടാക്കും. ഇങ്ങനെ ഉള്ളി ജീരകം ഇട്ടിട്ട് ആക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ആക്കി നോക്ക്. നല്ല നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആയിരിക്കും ദോശക്ക്. ദോശക്കല്ലിലും കൂടെ ആണെങ്കിൽ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ദോശക്കല്ലാണെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡറിലോട്ടിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. നന്നായി പേസ്റ്റ് ആയതിനു ശേഷം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്ന എന്തിനു വെച്ചാൽ നമ്മുടെ ദോശ നല്ല ലൂസ് ബാറ്റർ ആണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയം ഞാൻ ഫ്രൈ പാൻ നന്നായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ബാറ്ററെല്ലാം അരഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമ്മളെ ഫ്രൈ പാൻ നന്നായി ചൂടായി വരും. നന്നായി കാഞ്ഞ ഫ്രൈ പാനിൽ മാത്രമേ നമ്മൾ ദോശ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല നീറാത്ത നല്ല അടിപൊളി ദോശ കിട്ടൂ. പിന്നെ നമ്മളെ ബാറ്ററിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്രൈ പാനിൽ ഓയിൽ തടവേണ്ട ആവശ്യം വരില്ല. പിന്നെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് പൾസ് മോഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ടാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മളെ ഫ്രൈ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തവി ദോശമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്രൈ പാൻ നന്നായി ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ ദോശ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, പക്ഷേ ഇങ്ങനെ ഉള്ളിയെല്ലാം ചേർത്തിട്ട് തന്നെ ആക്കി വെക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് വെന്തതിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിക്കോ മറ്റെന്ത് കറിക്കോ എല്ലാ കറിക്കും നല്ലൊരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഉണ്ടാക്കുന്ന ദോശ റെഡി ആയിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉള്ളി ജീരകം ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്ക്. ബൈ.